ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൊത്തം കരി വരങ്ങിയിരിക്കുക ഗൈസ്. അടുപ്പിലെ കരിയൊന്നുമല്ല കേട്ടോ, എൻ്റെ കൺമഷിയുടെ പൊട്ടിൻ്റെ ഒക്കെ ആയിട്ട് കരി, അങ്ങനെയുള്ള കരിയാണ്, വേറെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വിഷുദിനാണ്. വിഷുദിനത്തിന് എൻ്റെ സ്പെഷ്യൽ ബിരിയാണി. നമ്മുടെ ബിരിയാണി റെഡിയായി ഗൈസ്. മൊത്തം മിക്സ് ചെയ്യാൻ പോകും. ഒരു സൈഡിൽ നിന്ന് കോരിയാലേ നമ്മൾ ആ ഒരു ചില സ്ഥലത്ത് വെള്ള കളറ്, ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു ഇത് വരുമല്ലേ. അപ്പം ഞാൻ മൊത്തം മിക്സ് ചെയ്യാൻ പോകും. വൈകിട്ട് ബാക്കിയുള്ളത് ചൂടാം. കണ്ട വെള്ള കളറ്. എങ്ങനെയുണ്ട് ചെമ്മീൻ ബിരിയാണി അല്ലേ, പൊളിക്കും. നമ്മുടെ ബിരിയാണി റെഡി ഗായ്സ്. ചെമ്മീൻ ബിരിയാണി റെഡി. നഷ്ടമായിപ്പോയി. ഞാൻ വിചാരിച്ചു എൻ്റെ എല്ലാം ഇങ്ങനെ, ഞാൻ ബിരിയാണി വയ്ക്കണതൊക്കെ എൻ്റെ ഒരു കൈക്കണക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാറ്. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചു. എന്തുവാ, കറക്റ്റ് ബിരിയാണീൻ്റെ ആ ഒരു ഇതൊന്നും അല്ലല്ലോ, നമ്മളിഷ്ടത്തിന് വെക്കണതല്ലേ. അപ്പോൾ എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. നഷ്ടമായി ഗൈസ്, നഷ്ടമായി പോയി ഗൈസ്. സൂപ്പർ ബിരിയാണി. മണം അടിച്ചാൽ തന്നെ പ്ലേറ്റ് കലം ഗാലി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര വിഷമമാണ് എനിക്ക്. എൻ്റെ വീഡിയോ ഞാൻ മിസ് ചെയ്തല്ലോ എന്ന് വെച്ചിട്ട്. സൂപ്പറായിട്ടുണ്ട് ബിരിയാണി. അപ്പം ഞാൻ വല്ലാണ്ട് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഇങ്ങനെ റിഗ്രറ്റ് അടിക്കുന്നു എനിക്ക്. അച്ചാറ്, നമ്മുടെ മാങ്ങ അച്ചാറ്. സാലഡ്. ഇതെൻ്റെ ദീച്ചു ആക്കിയതാട്ടോ. അപ്പം എൻ്റെ മോൻ ഞാൻ ബിരിയാണി ആക്കണ ടൈമിൽ ഒറ്റയ്ക്ക് എല്ലാം കട്ട് ചെയ്ത് ഓരോന്ന് ചോദിച്ചു. എന്നിട്ട് ഓരോന്നും കട്ട് ചെയ്ത് എങ്ങനെ കട്ട് ചെയ്യണം, എങ്ങനെ ആക്കണം എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അവനാക്കിയതാട്ടോ. അവനുണ്ടായതുകൊണ്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ, ഒരു 10 മണിക്ക് തുടങ്ങിയിട്ട് 11 മണിയല്ല 11 ആകുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി. അയ്യോ ഗായ്സ്, മക്കൾ പപ്പടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പപ്പടം കൂടി കാച്ചിട്ടെ. ഇതെന്ത് വീഡിയോ എന്ന് വിചാരിക്കണ്ടാവും അല്ലേ. ഇരിക്കട്ടെ തന്നെ, ഇതൊക്കെ എൻ്റെ ഒരു മെമ്മറീസ് അല്ലേ. അതെ. ഇവിടെ മസാല ബാക്കിയുണ്ട് അത്ര കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ബിരിയാണി ഒന്നിച്ചുണ്ടാക്കിയില്ല. നമുക്ക് ഇപ്പോഴത്തേക്കുള്ളത് മാറ്റി വെച്ചു. ഇനി വൈകിട്ട് ചോറുണ്ടാക്കിയിട്ട് മിക്സ് ചെയ്യും. എൻ്റെ ദേവുവിൻ്റെ ചിക്കൻ എന്ന ജീവനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദീച്ചുവിന് ചെമ്മീൻ ബിരിയാണി വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി ചിക്കൻ മേടിച്ചിട്ട് ഫ്രൈ ചെയ്യാം.
ഞാൻ എപ്പോഴും ആക്കണം അത് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തേ. നല്ല ഫ്രഷ് ചിക്കനാണെന്ന് തോന്നുന്നു. നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, നമുക്ക് കഴിച്ചാൽ മതിയാവാത്ത രീതിയിൽ നമുക്ക് നല്ല ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയതിൻ്റെതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്ന് വെച്ചാൽ ഞാൻ എക്സ്ട്രാസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. സാധാരണ ഞാൻ ചിക്കൻ പൊരിക്കണം അത് തന്നെ പൊരിച്ചേ. നല്ല ഫ്രഷ് ചിക്കൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. പപ്പടം കാച്ച നമ്മളെ സ്ഥിരം സ്പോട്ട്. ബാക്ക്ഗ്രൗണ്ട് രണ്ടെണ്ണമാണ് എന്തോ. പപ്പടം കുത്തി ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ വാഷ് ബേസിൽ വെള്ളം പോകാത്തതുകൊണ്ട് പപ്പടം കുത്തി എടുത്തിട്ട് വാഷ് ബേസിൻ്റെ അത് കുത്തെടുത്തു. അപ്പം ഞാനിപ്പോൾ പപ്പടം കാച്ചുന്നത് നമ്മുടെ സ്വന്തം ആയുധം വെച്ചിട്ടാണ് ഗൈസ്. പപ്പടമൊക്കെ എന്നാ പൊന്തല പൊന്നു. അയ്യോ എണ്ണ വെട്ടുന്നു ഗൈസ്. എന്തിനും ഇങ്ങനെ പൊന്തണ്ട. എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഫുള്ള് പൊന്തിയിട്ടുള്ളത്. മീഡിയം സൈസിൽ പൊന്താൻ പാടുള്ളൂ പപ്പടം. രണ്ടെണ്ണം വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ ചിക്കൻ ബിരിയാണി നിർത്തി. ഓൺലി പ്രോൺസ് ബിരിയാണി. ചിക്കൻ നിർത്തി. ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്താൽ പോരെ അല്ലേ? നല്ല പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് വേണേൽ ഓരോ പീസ് വാങ്ങിച്ചിട്ട് ഫ്രൈ ചെയ്താൽ പോരെ. കുറച്ച് വാങ്ങിച്ചിട്ട് ഓരോ പീസല്ല, സോറി ഓരോ പീസാരും തരൂലല്ലോ. തരൂല. അപ്പം നമ്മുടെ പപ്പടവും റെഡിയായി ഗൈസ്. ദേവു ബാ. അയ്യോ ഗ്യാസ് ഓഫ് ചെയ്തില്ല ഗൈസ്. ദേവുട്ടനെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ? ബാ, എന്നിട്ട് അവരൊറ്റയ്ക്ക് കഴിച്ചോട്ടെ. ടേസ്റ്റ് അറിയണ്ട നമുക്ക്. എങ്ങനെയുണ്ട്? മറ്റു വായിലിട്ടാ ടേസ്റ്റ് അഭിപ്രായം പറ. മണ്ണ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഗൈസ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണോ എന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയാം, നോർമലി ഞാൻ ബിരിയാണി ആക്കുമ്പോൾ തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കാറ്. ഇങ്ങനെ മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇതൊന്നും അയ്യോ എന്താ കാക്കിയ പറയാ. ഒന്നും പറയാനില്ല ഗൈസ്, സൂപ്പറാണ് ഇത്. നമുക്കതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഒരു ദിവസം നമുക്ക് ഉറപ്പായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ബീച്ച് വിടാനല്ലേ രണ്ടും കൂടി അടിയുണ്ടാക്കിയിട്ട് പോയി കിടന്നു. ഇനിയിപ്പോൾ വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് ചോറ് കൊടുക്കണമെങ്കിൽ, ബിരിയാണി കൊടുക്കണമെങ്കിൽ. അപ്പോൾ നല്ല പപ്പടം അത് ഞാൻ ഉണ്ടാക്കിയല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും
ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഞാൻ ഇന്ന് പല പ്രാവശ്യം പറഞ്ഞു ഇരിക്കട്ടെ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.